പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മാത്സിലെ 11ാമത്തെ പാഠഭാഗമാണ്. അതായത് ത്രികോണങ്ങളുടെ സർവ്വസമത. ആ വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ അർത്ഥം, ത്രികോണങ്ങളുടെ സർവ്വസമത. എന്താണ് ത്രികോണം? നമുക്കറിയാം, സർവ്വസമത. എന്താ സർവ്വസമത എന്ന് പറഞ്ഞാൽ? എല്ലാ രീതിയിലുള്ള സമമായ രൂപത്തിലാണ് സർവ്വസമത എന്ന് പറയുന്നത്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരേ വലുപ്പമുള്ള ജാമിതീയ രൂപങ്ങളെയാണ് സർവ്വസമ രൂപങ്ങൾ എന്ന് പറയുന്നത്. ത്രികോണത്തിൻ്റെ കാര്യത്തിലാകുമ്പോൾ ഒരേ വലുപ്പമുള്ള ത്രികോണങ്ങളെയാണ് സർവ്വസമ ത്രികോണം എന്ന് പറയുന്നത്. ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ത്രികോണങ്ങളുടെ സർവ്വസമത, സർവ്വസമ ത്രികോണങ്ങളുടെ വശങ്ങൾ തമ്മിലുള്ള ബന്ധം, കോണുകൾ തമ്മിലുള്ള ബന്ധം, ഇതേക്കുറിച്ചെല്ലാം ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ത്രികോണങ്ങളുടെ സർവ്വസമത പറയുന്നതിന് മുന്നേ എന്താണ് ആദ്യം സർവ്വസമത എന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉദാഹരണം നോക്കാം. രണ്ട് രേഖകൾ വരച്ച് രണ്ടിൻ്റെ നീളം തുല്യമാണെങ്കിൽ അതിനെ സർവ്വസമ രേഖകൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ ഒരു സമചതുരം എടുത്ത് രണ്ട് സമചതുരം എടുത്ത് അതിൻ്റെ വശങ്ങൾ തുല്യമാണെങ്കിൽ അതിനെ സർവ്വസമ ചതുരം എന്ന് നമുക്ക് പറയാം. അതുപോലെ രണ്ട് വൃത്തങ്ങളെടുത്ത് അതിൻ്റെ ആരങ്ങൾ തുല്യമാണെങ്കിൽ വൃത്തങ്ങളെ സർവ്വസമ വൃത്തങ്ങൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് ത്രികോണങ്ങളുടെ കാര്യത്തിലും. ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണെങ്കിൽ അത്തരം ത്രികോണങ്ങളെ സർവ്വസമ ത്രികോണങ്ങൾ എന്ന് പറയുന്നു. ഒന്നും കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, അതായത് കോണുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഒരു ത്രികോണത്തിലെ എല്ലാ വശങ്ങളും കോണുകളും മറ്റൊരു ത്രികോണത്തിലെ വശങ്ങളോടും സമാന കോണുകളോടും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും സർവ്വസമ ത്രികോണങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് രണ്ട് ത്രികോണങ്ങൾ എടുക്കുന്നത്, ഒന്ന് PQR എന്ന് എടുക്കാം, മറ്റേത് XYZ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ PQ സമം XY ആയിരിക്കണം, PR സമം XZ ആയിരിക്കണം, അതുപോലെ QR സമം YZ ആയിരിക്കണം. അതിൻ്റെ കൂടെ ആംഗിൾ P സമം ആംഗിൾ X ആയിരിക്കണം, ആംഗിൾ Q സമം ആംഗിൾ Y ആയിരിക്കണം, അതുപോലെ ആംഗിൾ R സമം ആംഗിൾ Z ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളെയും സർവ്വസമ ത്രികോണങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിനെ നമ്മൾ സമവാക്യ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ത്രികോണം PQR സർവ്വസമമാണ് ത്രികോണം XYZ എന്ന് എഴുതാം. ഈ സമത്തിന് മേലെ ഒരു S ചിരിച്ചിട്ട് വായിക്കുക, സർവ്വസമം എന്നതാണ് വായിക്കുക. അതുപോലെ സർവ്വസമ ത്രികോണങ്ങൾ സമവാക്യ രൂപത്തിൽ എഴുതുന്ന സമയത്ത് അതിൻ്റെ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. Pക്ക് സമാനമായതായിരിക്കണം ഫസ്റ്റ് എഴുതേണ്ടത്, അതുപോലെ Qന് സമാനമായതായിരിക്കണം രണ്ടാമത് എഴുതേണ്ടത്, Rന് സമാനമായതായിരിക്കണം മൂന്നാമത് എഴുതേണ്ടത്. അതായത് നമ്മൾ മുകളിലെ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ Pക്ക് സമാനമാണ് X, Qന് സമാനമാണ് Y എന്ന് പറയുന്നത്, Rന് സമാനമാണ് Z. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ എഴുതിയത്. അക്ഷരങ്ങളെ ഓർഡർ മാറ്റുന്നതിന് കുഴപ്പമില്ല. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ത്രികോണം QRP സർവ്വസമമാണ് ത്രികോണം YZX എന്ന് വരിക. അതായത് ഒന്ന് ഓർഡർ മാറ്റിയെന്നുള്ളൂ. പക്ഷേ Qന് സമാനമായിട്ട് Y ഉണ്ടാവണം, Rന് സമാനമായിട്ട് Z ഉണ്ടാവണം, Pക്ക് സമാനമായിട്ട് X ഉണ്ടാവണം. അത്ര എനിക്ക് വിഷയമുണ്ട്. അതായത് ത്രികോണം PQR സർവ്വസമമാണ് ത്രികോണം YZX എന്ന് എഴുതാൻ പാടില്ല. അതുപോലെ ത്രികോണം PQR സർവ്വസമമാണ് ZXY ഇതേപോലെ ഒന്നും എഴുതാൻ പാടില്ല. രണ്ട് ത്രികോണങ്ങൾ സർവ്വസമമാകണമെങ്കിൽ അതിൻ്റെ 6 കാര്യങ്ങൾ തുല്യമാകണം. അതായത് 3 കോണുകളും 3 വശങ്ങളും തുല്യമാകണം എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിലും ഇത് 6ഉം നമ്മൾ പരിശോധിക്കണമെന്നില്ല. 3 കാര്യങ്ങൾ സമമായാൽ തന്നെ രണ്ട് ത്രികോണങ്ങൾ സർവ്വസമമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തേതാണ്, രണ്ട് വശങ്ങളും ഒരു കോണും തുല്യമാണെങ്കിൽ അത്തരം ത്രികോണങ്ങളെ സർവ്വസമ ത്രികോണങ്ങൾ എന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ QPR എന്ന് ഒരു ത്രികോണം എടുത്ത് ABC എന്ന് മറ്റൊരു ത്രികോണം എടുക്കാം. ആദ്യം നമ്മൾ എന്താക്കുന്നത്, QR സമം BC എന്നും ആംഗിൾ Q സമം ആംഗിൾ B എന്നും അതുപോലെ PQ സമം AB എന്നും നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചു. കാരണം എന്താ, 3 കാര്യങ്ങൾ സമമാണെങ്കിൽ എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ രണ്ട് വശങ്ങളും ഒരു കോണും സമമാണ് എന്ന് നമ്മൾ ആദ്യം എഴുതി വെച്ച് അത് വെച്ചിട്ട് ഒരു ത്രികോണം വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ Q അല്ലെങ്കിൽ
കോണ് ക്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് വശങ്ങൾക്ക് ഇടയിലുള്ള കോണാണ്. അപ്പം ആദ്യത്തെ ഒരു വശം മാർക്ക് ചെയ്തതിന് ശേഷം ആംഗിൾ വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വശം വരക്കുക. ഇത് നിങ്ങൾ വരക്കാൻ പഠിച്ചിട്ടുണ്ടാവണം, മുന്നത്തെ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടാവണം. ഇതെങ്ങനെ വരക്കുക എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ വരച്ചാൽ കിട്ടുന്ന രണ്ട് ത്രികോണങ്ങൾ ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് വെച്ചാൽ അപ്പോൾ കൃത്യമായി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കി നമ്മൾ നേരത്തെ പറയാത്ത ഭാഗങ്ങൾ, അതായത് ആംഗിൾ പി, ആംഗിൾ ആറ്, ഇത് രണ്ടും സമാനമായിരിക്കും. ഇതിനോട് ആംഗിൾ പി ആംഗിൾ എക്ക് സമാനമായിരിക്കും. അതേപോലെ ആംഗിൾ ആറ് ആംഗിൾ സിക്ക് സമാനമായിരിക്കും. അതുപോലെ തന്നെ ഒരു വശം ബാക്കിയുണ്ട്. നമ്മൾ നേരത്തെ എ ബിയും ബി സിയെ പറഞ്ഞിട്ടുള്ളൂ. ഇനി മൂന്നാമത്തെ എ സി പി ആറിന് സമാനമായിരിക്കും. അത് നമ്മൾ അളക്കാതെ തന്നെ സമാനമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാണാം. അതായത് 3 കാര്യങ്ങൾ സമമാണെങ്കിൽ ബാക്കിയുള്ള 3 എണ്ണം അതിൻ്റെ കൂടെ തന്നെ സമമായി വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 2 ത്രികോണങ്ങൾ സർവ്വസമമാകണമെങ്കിൽ 2 വശങ്ങളും ഒരു കോൺ തുല്യമായാൽ മതി. 6 തുല്യമാക്കിയിട്ട് നമ്മൾ വരക്കണം എന്നില്ല. 2 വശങ്ങളും ഒരു കോൺ തുല്യമാക്കി നമ്മൾ വരക്കുന്ന സമയത്ത് കിട്ടുന്ന ത്രികോണങ്ങൾ സർവ്വസമ ത്രികോണങ്ങളായിരിക്കും. ഇതിനൊരു നിയമത്തിൻ്റെ രൂപത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും 2 വശങ്ങളും ഉൾക്കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളോടും ഉൾക്കോണുകളോടും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ സർവ്വസമമായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന എന്ന് പറയുന്നത്. ഈ നിബന്ധനയെ SAS പ്രമാണം അല്ലെങ്കിൽ സൈഡ് ആംഗിൾ സൈഡ് പ്രമാണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തേതാണ് ആംഗിൾ സൈഡ് ആംഗിൾ. അതായത് 2 കോണുകളും ഒരു വശവും തുല്യമായ 2 ത്രികോണങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് സർവ്വസമമായിരിക്കും. അതാണ് രണ്ടാമത്തെ നിബന്ധന. നിബന്ധന പറയുകയാണെങ്കിൽ ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും 2 കോണുകളും ഒരു വശവും മറ്റൊരു ത്രികോണത്തിലെ സമാന കോണുകളോടും സമാന വശത്തോടും തുല്യമാണെങ്കിൽ ആ 2 ത്രികോണങ്ങൾ സർവ്വസമമായിരിക്കും. ഇതിന് ASA അല്ലെങ്കിൽ AAS സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്. അതായത് ആംഗിൾ സൈഡ് ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ആംഗിൾ സൈഡ് സിദ്ധാന്തം എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 2 ത്രികോണങ്ങൾ PQR അതുപോലെ ABC എടുക്കുകയാണെങ്കിൽ QR സമം BC എന്നെടുത്ത്, അതായത് ഒരു വശം തുല്യമാണെന്നുള്ള രീതിയിൽ QR സമം BC എടുത്ത് അതിനുശേഷം 2 ആംഗിൾ അല്ലെങ്കിൽ 2 കോണുകൾ കോൺ Q സമം കോൺ B ആയിട്ടും അതുപോലെ കോൺ R സമം കോൺ C ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഈ 2 ത്രികോണങ്ങളും സർവ്വസമമായിരിക്കും. അതായത് AB-യും AC നമ്മൾ അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഒന്നാമത്തെ ത്രികോണമായ PQRലെ PQവിനും PR-നും സമാനമായിരിക്കും. മൂന്നാമത്തെ രീതി അല്ലെങ്കിൽ മൂന്നാമത്തെ സർവ്വസമ ത്രികോണം കണ്ടെത്താനുള്ള രീതിയിൽപ്പെട്ടതാണ് ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു ത്രികോണത്തിലെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിലെ സമാന വശങ്ങളോട് തുല്യമാണെങ്കിൽ അത്തരം ത്രികോണങ്ങൾ സർവ്വസമമായിരിക്കും. അതായത് 2 ത്രികോണങ്ങളെ 3 വശങ്ങളും തുല്യമാണെങ്കിൽ അത്തരം ത്രികോണങ്ങൾ സർവ്വസമമായിരിക്കും. ഉദാഹരണത്തിന് 2 ത്രികോണങ്ങൾ PQRും അതേപോലെ ABCയും എടുക്കുകയാണെങ്കിൽ PQRൻ്റെ PQ സമം ത്രികോണം ABCയിലെ AB ആണ്. അതുപോലെ QR സമം BC ആണ്. അതുപോലെ PR സമം AC ആണെങ്കിൽ തുടർന്ന് വരുന്ന ബാക്കി 3 ആംഗിളുകൾ അതായത് PQR സമാനമായിട്ട് ABC വരുന്നതായിരിക്കും. അതായത് കോണ് P സമം കോൺ A ആയിരിക്കും, കോൺ Q സമം കോൺ B ആയിരിക്കും, കോൺ R സമം കോൺ C ആയിരിക്കും. സർവ്വസമ ത്രികോണമാവാനുള്ള 4ാമത്തെ നിബന്ധനയാണ് മട്ടത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട്. മട്ടത്രികോണം നമുക്കറിയാം 90 ഡിഗ്രി ആംഗിളുള്ള ത്രികോണത്തിനെയാണ് മട്ടത്രികോണം എന്ന് പറയുക. അതായത് ഒരു കോണ് 90 ഡിഗ്രി ഉള്ള ത്രികോണത്തിനെയാണ് മട്ടത്രികോണം എന്ന് പറയുക. ഒരു മട്ടത്രികോണത്തിൻ്റെ കർണവും ഒരു വശവും മറ്റൊരു മട്ടത്രികോണത്തിൻ്റെ കർണത്തോടും ഒരു വശത്തോടും യഥാക്രമം തുല്യമാണെങ്കിൽ അത്തരം മട്ടത്രികോണങ്ങൾ സർവ്വസമമായിരിക്കും എന്ന് പറയാം. ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് RHS എന്ന് ചുരുക്കി പറയുന്നുണ്ട്. അതായത് റൈറ്റ് ട്രയാങ്കിള് ഹൈപ്പോട്ടൻസ് സൈഡ്. ഉദാഹരണത്തിന് നമ്മളെടുത്ത 2 ത്രികോണങ്ങൾ നോക്കാം.
പി ക്യു ആറും അതേപോലെ എ ബി സിയും. ത്രികോണം പി ക്യു ആറിൽ പി ക്യു സമമാണ് ത്രികോണം എ ബി സിയിലെ എ ബിയും, അതേപോലെ പി ആറിന് സമമാണ് എ സി. അതുപോലെ ഒരു കോണ് ഏതാണ്? മട്ട കോണാണ്. രണ്ട് ത്രികോണം മട്ട ത്രികോണമാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന ക്യു ആറും ബി സിയും സമമായിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും. നമ്മൾ ഇത്രയും സമയം ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് നിയമങ്ങൾ പഠിച്ചു. ആ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്കതിനെ അടുത്ത് ചെയ്യാം. അതായത് ഒരു രൂപം, ജിയോമെട്രിക്കൽ ഷേപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് രണ്ട് ത്രികോണങ്ങളെ ഒന്നിന് താഴായിട്ട് ചെരിച്ച് വെച്ച പോലെ. അതിൽ നമുക്ക് തന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പി എക്സ് ക്യു വൈ രണ്ട് വരകൾ കാണാം. ഇത് രണ്ടും പി ക്യുവിന് ലംബമാണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലറാണ്. അതായത് പി ക്യുവും ക്യു വൈയും തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ പി എക്സും പി ക്യുവും തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ വേറൊന്ന് തന്നത് പി എക്സ് സമമാണ് ക്യു വൈ എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എ എക്സ് സമം എ വൈ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം? രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കാം. ഇവിടെ നമുക്ക് നോക്കാം. ത്രികോണം പി എ എക്സ് എന്ന് എടുക്കാം. ഒന്നാമത്തെ പി എ എക്സ്. രണ്ടാമത്തെ ത്രികോണത്തെ ക്യു എ വൈ എന്നെടുക്കണം. ക്യു എ വൈ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. കോൺ എക്സ് പി എ സമമാണ് കോൺ വൈ ക്യു എ എന്ന് പറയുന്നത്. എന്താ കാരണം? എക്സ് പി എ രണ്ടും 90 ഡിഗ്രിയാണ്. രണ്ടാമത് നമുക്ക് പറയാം കോൺ പി എ എക്സും കോൺ ക്യു എ വൈയും തുല്യമാണ് എന്ന് പറയാം. കാരണം എന്താ? എതിർക്കോണുകളാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതാണ് എതിർക്കോണുകൾ തുല്യമായിരിക്കുന്നത്. അപ്പം ഇത് രണ്ട് കോണുകൾ തുല്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെയോ പി എക്സ് സമം ക്യു വൈ എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് തുല്യമായിട്ട് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ത്രികോണങ്ങളും സർവ്വസമമാണ് എന്ന് പറയാൻ പറ്റുമല്ലോ. ഏതാ നിയമം? എ എ എസ്, അതായത് ആംഗിൾ സൈഡ് എന്ന നിയമപ്രകാരം നമുക്ക് ഈ രണ്ട് ത്രികോണങ്ങളും സർവ്വസമമാണ് എന്ന് പറയാം. അങ്ങനെ സർവ്വസമമാണെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ എ എക്സും എ വൈയും തുല്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത മറ്റൊരു ചോദ്യം, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ഒരു നിയമമായിരിക്കും. നമുക്ക് ചോദ്യമായിട്ട് ചെയ്യാം. ത്രികോണം തരികയാണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണ് എന്ന് പറയുന്നു. അതായത് ഒരു ത്രികോണം തന്ന്, ത്രികോണം എ ബി സി എന്ന് തന്ന് അതിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതായത് എ ബിയും എ സിയും ഏതൊക്കെ എടുക്കാം. ഇപ്പം നമ്മൾ എ ബി എ സി തുല്യമാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത് എന്നാൽ തുല്യ വശങ്ങൾക്ക് എതിരെ ഉള്ള കോണുകൾ തുല്യമായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് തന്ന ത്രികോണം എ ബി സിയിൽ കോൺ എനെ നേരെ പകുതി അകന്ന് സമഭാഗം ചെയ്തുകൊണ്ട് ഒരു വര വരക്കുന്നത് എവിടത്തേക്ക്? ബി സിയിലേക്ക്. അതായത് കോൺ എയെ തുല്യമായി ഭാഗിക്കുന്ന രീതിയിൽ മുകളിൽ നിന്ന് താഴേക്ക് ഒരു വര വരക്കുന്നത് എവിടത്തേക്ക്? ബി സിയിലേക്ക്. ഇനി അവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ ഡി എന്ന് പേര് നമുക്ക് കൊടുക്കാം. ഇത്ര വരച്ചല്ലോ. ഇനി ഇതിൽ നമുക്ക് എന്തെല്ലാം അറിയാം? എ ബി സമം എ സി എന്നറിയാം. കാരണം എന്താ? ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എ ബി സമം എ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കോൺ ബി എ ഡിയും കോൺ സി എ ഡിയും, കോൺ ബി എ ഡി അതായത് ഒന്നാം ഇടത് ഭാഗത്തുള്ള ത്രികോണം നോക്കിയാൽ ബി എ ഡി എന്ന കോണ് കാണാം. അതും അതേപോലെ സി എ ഡി എന്ന കോണ് വലതു ഭാഗത്തും കാണാം. ഇത് രണ്ടും തുല്യമാണ്. കാരണം എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞു സമഭാഗം ചെയ്തുകൊണ്ടാണ്, കോണിനെ സമമായിട്ട് ഭാഗിച്ചുകൊണ്ടാണ് ഏത് വര വരച്ചിട്ടുള്ളത്? എ ഡി എന്ന വര വരച്ചിട്ടുള്ളത്. അതുകൊണ്ട് രണ്ട് കോണും തുല്യമായിരിക്കും. പിന്നെയോ എ ഡി എന്ന ഒരു വര കാണാൻ രണ്ടിനും പൊതുവായിട്ടുള്ളത് അല്ലേ? അപ്പം എ ഡി സമം എ ഡി എന്നേതാ? അല്ലെങ്കിൽ എ ഡി രണ്ടിനും കോമൺ ആണ്, പൊതുവായതാണ്.
അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ 3 കാര്യങ്ങൾ നമുക്ക് തുല്യമായിട്ട് കിട്ടി. 2 ത്രികോണങ്ങളുടെ കാര്യത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് തുല്യമായിട്ട് കിട്ടി. ഏതല്ലോ? ഒരു വശം എന്ന് പറയുന്നത് AB സമം AC, പിന്നെ ഒരു കോൺ എന്ന് പറയുന്നത് BAD, കോൺ BAD സമം കോൺ CAD കിട്ടി. അതുപോലെ മറ്റൊരു വശം എന്നത് AD സമം AD കിട്ടി. അതായത് 2 വശങ്ങളും ഒരു കോണും തുല്യമായിട്ട് നമുക്കിവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2 ത്രികോണങ്ങൾ എന്ത് പറയാം? സർവസമ ത്രികോണങ്ങൾ എന്ന് പറയാം. തുല്യമായിരിക്കും. അതുപോലെ സമാന വശങ്ങൾക്കിടയിലുള്ള കോണുകളും തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ AB എന്ന വശവും BD എന്ന വശവും അതിന് സമാനമാണ് ഏത്? AC എന്ന വശവും CD എന്ന വശവും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് കോൺ B സമം കോൺ C ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവായിട്ട് ഇതിനെ പറയുകയാണെങ്കിൽ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് ഒരു ത്രികോണത്തിൻ്റെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്ന് പൊതുവായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊരു നിയമമാണ്. തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും എന്നത് മറ്റൊരു നിയമമാണ് ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ നമുക്ക് നേരത്തെ ചെയ്ത ചോദ്യത്തിന് ഒന്ന് തിരിച്ചിട്ട്, അല്ലെങ്കിൽ നേരത്തെ ഉത്തരത്തെ ചോദ്യത്തെ ഉത്തരമാക്കിയിട്ട് നമുക്ക് എങ്ങനെ വരും നോക്കാം. അതായത് ഒരു ത്രികോണം തരുന്നത് ത്രികോണം ABC, അതിൽ കോൺ ബിയും കോൺ സിയും തുല്യമാണെങ്കിൽ, അല്ലെങ്കിൽ 2 കോണുകൾ തുല്യമാണെങ്കിൽ ആ തുല്യ കോണുകൾക്ക് എതിരെ ഉള്ള വശങ്ങൾ തുല്യമായിരിക്കും എന്നാണ് എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നേരത്തെ ചെയ്തത് എന്താ? തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. 2 ചെയ്ത ഉത്തരം സെയിം തന്നെയാണ്. അതായത് 2ഉം ഒരേ നിയമം തന്നെയാണ്. 2 രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഒന്ന് കോണുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ട് തെളിയിക്കുന്നു, മറ്റേത് വശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തെളിയിക്കുന്നു. ഇത് ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ A എന്ന ആംഗിളിനെ സമഭാഗം ചെയ്തുകൊണ്ട് ഒരു വര BCയിലേക്ക് വരക്കുന്നു. ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെ D എന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ത്രികോണം കാണാൻ സാധിക്കും. ത്രികോണം ABDയും കാണാം, അതേപോലെ ത്രികോണം ACDയും കാണാം. ഒന്ന് ഇടതുഭാഗത്തും മറ്റേത് വലതുഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. പിന്നെ അതിൽ കോൺ B സമം കോൺ C, അതായത് ഈ 2 ത്രികോണത്തെ പരിഗണിക്കുന്ന സമയത്ത് കോൺ Bയും കോൺ Cയും തുല്യമാണ് എന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ കോൺ BADയും കോൺ CADയും തുല്യമാണ് എന്ന് നമ്മൾ ഇപ്പം വരച്ച വര പ്രകാരം അത് 2 തുല്യമാണ്. കാരണം എന്താ? കോൺ Aയെ സമഭാഗം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ തുല്യമായി ഭാഗിച്ചുകൊണ്ടാണ് AD എന്ന വര വരച്ചിട്ടുള്ളത്. പിന്നെ AD എന്ന വശം അല്ലെങ്കിൽ AD എന്ന വര 2നും കോമൺ ആണ്, അല്ലെങ്കിൽ 2നും പൊതുവായതാണ്. അതുകൊണ്ട് തന്നെ AD ത്രികോണം ABDൻ്റെയോ ആണ്, ACDൻ്റെയോ ആണ്. 3 കാര്യങ്ങൾ ഇവിടെ 2 ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ട് തുല്യമാണ് എന്ന് നമ്മൾ കണ്ടെത്തി. അതായത് 2 കോണുകളും ഒരു വശവും മുകളിൽ കൊടുത്ത 2 ത്രികോണത്തിൻ്റെയും തുല്യമാണ് എന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഈ 2 ത്രികോണത്തിനെ നമുക്ക് എന്ത് പറയാം? സർവസമ ത്രികോണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ സർവസമ ത്രികോണങ്ങളുടെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളോടും തുല്യമായിരിക്കും. അല്ലെങ്കിൽ 2 സർവസമ ത്രികോണങ്ങളുടെ ഓരോ വശവും മറ്റേ ത്രികോണത്തിൻ്റെ ഓരോ വശമായിട്ട് തുല്യമായിരിക്കും. അതുപോലെ തന്നെ 2 വശങ്ങൾക്കിടയിലുള്ള കോണുകൾ മറ്റേ ത്രികോണത്തിൻ്റെ അതേ 2 വശങ്ങൾക്ക് ഇടയിലുള്ള കോണുകൾക്കും തുല്യമായിരിക്കും. ഇവിടെ നമുക്ക് വശാന്ന് ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 2 ത്രികോണങ്ങളും സർവസമമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ത്രികോണത്തിൻ്റെ ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ AB എന്ന വശവും രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ AC എന്ന വശവും തുല്യമാണ് എന്ന് പറയാം. അടുത്തൊരു ചോദ്യം കുറച്ചും കൂടി വ്യത്യാസം, നേരത്തെ പറഞ്ഞതായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ചെയ്യാൻ പോകുന്ന പ്രവർത്തനമല്ല സെയിം തന്നെയാണ്. നമുക്കൊരു ത്രികോണം തന്നിട്ടുള്ള ത്രികോണം ABC എന്ന ത്രികോണം. അതിൽ ഒരു കാര്യം നമ്മളോട് പറയുന്നത് വെച്ചാൽ ABയും ACയും തുല്യമാണ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത് ACക്ക് പെർപെൻഡിക്കുലർ ആണ്, അല്ലെങ്കിൽ ലംബമാണ് B എന്ന കോണിൽ നിന്ന് വരുന്ന വര. അതായത് BD എന്ന രേഖ ACക്ക് ലംബമാണ്. അതായത് ACയും BDയും തമ്മിലുള്ള കോണ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്നാണ് ഒരു കാര്യം പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ CE എന്ന് പറയുന്ന രേഖ ABക്ക് ലംബമാണ്. അതായത് ABയുമായിട്ട് ഉണ്ടാക്കുന്ന കോൺ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് BDയും CEയും തുല്യമാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് 2 ത്രികോണം കാണാൻ, 2 മട്ട ത്രികോണങ്ങൾ കാണാൻ സാധിക്കും. ഏതെല്ലാം?
ത്രികോണം ബി ഡി സി, അതേപോലെ സി ഇ ബി. ഈ രണ്ട് ത്രികോണങ്ങളിൽ കോൺ ബി ഡി സിയും കോൺ സി ഇ ബിയും 90 ഡിഗ്രിയാണ്. എന്താ കാരണം? നമുക്ക് തന്നിട്ടുണ്ട്, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താ ഉള്ളത്? ഇത് രണ്ടുപേരും പൊതുവായിട്ട് എന്താ ഉള്ളത്? ബി സി എന്ന രേഖ രണ്ടിനും അല്ലെങ്കിൽ വശം എന്നത് രണ്ടിനും ഉള്ളതാണ്. രണ്ടിനും കൂടിയിട്ടുള്ള വശമാണ് ബി സി എന്നാണ്. അപ്പോൾ രണ്ടിനും കൂടി കോമൺ സൈഡാണ് ഇത് ബി സി എന്ന് പറയുന്നത്. പിന്നെ വേറെ നീതി നമുക്ക് കിട്ടുക, ത്രികോണം ബി ഡി സി എടുക്കുകയാണെങ്കിൽ അതിലെ കോൺ സി അല്ലെങ്കിൽ കോൺ ബി സി ഡി എന്ന് പറയുന്നത് രണ്ടാമത്തെ ത്രികോണം സി ഇ ബി അതിലെ കോൺ ഇ ബി സിക്ക് തുല്യമായിരിക്കും. കാരണം എന്താ? നമ്മളെ വലിയ ത്രികോണം എ ബി സി എടുക്കുകയാണെങ്കിൽ രണ്ട് വശങ്ങളുണ്ട്. എ ബി എന്ന് പറയുന്നതും അതേപോലെ എ സി എന്ന് പറയുന്ന രണ്ട് വശങ്ങളുണ്ട്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ രണ്ട് ത്രികോണം എടുക്കുന്ന സമയത്ത് അതിലെ ഉള്ളിലുള്ള കോൺ അല്ലെങ്കിൽ കോൺ ബിയും കോൺ സിയും തുല്യമായിരിക്കും. അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി വിശദീകരിച്ചതാണെങ്കിൽ കോൺ ഡി സി ബി തുല്യമായിരിക്കും കോൺ ഇ ബി സിക്ക്. അപ്പോൾ ഈ രണ്ട് ത്രികോണം ഈ ഉള്ളിലായിട്ട് വരച്ചുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ മാറ്റി വരക്കാം. ആ വരക്കുന്ന സമയത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങൾ നമുക്ക് എന്താക്കി തുല്യമായിട്ട് കിട്ടി. 3 കാര്യം തുല്യമായി കിട്ടി. അതിൽ 2 കോണുകളും 1 വശവുമാണ്. അതായത് 2 കോണുകളും 1 വശവും തുല്യമായ ത്രികോണങ്ങൾ സർവസമ ത്രികോണങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ 2 ത്രികോണങ്ങളും സർവസമമാണ് എന്ന് നമുക്കിവിടെ ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ 2 ത്രികോണങ്ങളിൽ സർവസമമാണെങ്കിൽ അതിലുള്ള വശങ്ങൾ തുല്യമായിരിക്കണം. വശങ്ങൾ തുല്യമാകുമ്പോൾ ഏതെല്ലാം തുല്യമാവും? ബി ഡിയും സി ഇയും തുല്യമാവണം, എന്നാലേ ഇത് സർവസമമാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളത് തെളിയിച്ച് കഴിഞ്ഞു. അതായത് ബി ഡിയും സി ഇയും തുല്യമാണ് എന്ന് തെളിയിച്ചു. കാരണം ഇത് 2 ത്രികോണങ്ങളും സർവസമമാണ്. അതുകൊണ്ട് തന്നെ ആ വശങ്ങൾ തുല്യമായിരിക്കും. നമ്മളിപ്പം തെളിയിച്ച ഈ 2 വശങ്ങൾ ഇതിനെ നിയമമായിട്ട് പറയുകയാണെങ്കിൽ തുല്യ കോണുകളിൽ നിന്ന് വരുന്ന ലംബങ്ങൾ തുല്യമായിരിക്കും. അതായത് ഒരു ത്രികോണത്തിൻ്റെ തുല്യ കോണുകളിൽ നിന്ന് വരുന്ന ലംബങ്ങളുടെ നീളങ്ങൾ തുല്യമായിരിക്കും. തുല്യ വശങ്ങളിലേക്ക് എതിർകോണുകളിൽ നിന്ന് വരുന്ന ലംബങ്ങൾ തുല്യമായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത നമ്മളതിന് പറയാൻ പോകുന്നത് വലിയ കോണുകൾക്ക് എതിരെ ഉള്ള നീളമായിരിക്കും അല്ലെങ്കിൽ വശമായിരിക്കും ത്രികോണത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ വശം. അതേപോലെ ചെറിയ കോണുകൾക്ക് എതിരെയുള്ള വശമായിരിക്കും ചെറിയ വശം. ഇതെങ്ങനെ തെളിയിക്കാനാണ്? അതിനുവേണ്ടി നമുക്കൊരു ഉദാഹരണം എടുക്കാം. ത്രികോണം എ ബി സി എടുക്കാമെന്ന്. എ സിയും എ ഡിയും തുല്യമാവുന്ന രീതിയിൽ ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതായത് ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഡിയും സിയും തമ്മിൽ കൂട്ടി വരക്കുന്നു. അതായത് ഡി സി എന്ന രേഖ ഉണ്ടാക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞത് ത്രികോണം എ ബി സി അതിൽ എ സി എന്ന വശത്തിന് തുല്യമായ അളവ് കണ്ടെത്തിയിട്ട് ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അതായത് എ സിക്ക് തുല്യമാണ് എ ഡി എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഡിയും സിയും തമ്മിൽ കൂട്ടി വരക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്. നമ്മൾ പറയുന്നത് എന്താ? എ ബി കൂടുതലാണ് എ സിയേക്കാൾ. അതായത് എ സി കുറവാണെന്ന് നമുക്ക് കാണുന്നുണ്ടല്ലോ, എ ബി വലുതാണെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോൺ ബി എ ഡിയും കോൺ സി എ ഡിയും തമ്മിൽ പറയുന്ന സമയത്ത് കോൺ ബി എ ഡി വലുതാണ് കോൺ സി എ ഡിയേക്കാൾ. ഇത് നമ്മൾ തെളിയിക്കാൻ നമ്മൾ വേണ്ടത്. ഇവിടെ നമ്മളോട് തെളിയിക്കാൻ പറയുന്നത് വലിയ വശത്തിനെതിരെ ഉള്ള കോൺ വലുതും ചെറിയ വശത്തിനെതിരെയുള്ള കോൺ ചെറുതും എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അതായത് കോൺ എ സി ബി വലുതാണ് കോൺ എ ബി സിയേക്കാൾ. ഇതാണ് നമ്മളോട് പറയുന്ന കാര്യം. പിന്നെ നമ്മളിവിടെ കൂട്ടി വരച്ചല്ലേ, 2 കൂട്ടി വരക്കുന്ന സമയത്ത് 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ത്രികോണം എ സി ഡി എടുക്കാം.
ത്രികോണം എ സി. ത്രികോണത്തിനാകുന്ന സമയത്ത് ത്രികോണം വരക്കും. പൂർണ്ണമായ ത്രികോണം വരക്കുകയാണെങ്കിൽ അത് ത്രികോണം എന്ന് വായിക്കുന്നു, മറ്റേത് അല്ലെങ്കിൽ കോൺ എന്ന് വായിക്കുക. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ത്രികോണം എ സിയിൽ എ ഡിയും എ സിയും സമമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ കോൺ എ സി ഡിയും കോൺ എ ഡി സിയും തുല്യമായിരിക്കും. കാരണം എന്താ? തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് കോൺ എ സി ഡിയും കോൺ എ ഡി സിയും തുല്യമായിരിക്കും. ഇനി കോൺ എ ഡി സി എടുക്കാം, കോൺ എ ബി സി എടുക്കാം. കോൺ എ ഡി സിയും കോൺ എ ബി സിയും, അതിൽ കോൺ എ ഡി സി വലുതായിരിക്കും കോൺ എ ബി സിയേക്കാൾ. എന്താ കാരണം? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ രണ്ട് കോണുകൾ നോക്കുക, എന്താ ബന്ധം? ഒന്ന് ബാഹ്യ കോണാണ്, ഒന്ന് ആന്തര വിദൂര കോണാണ് മറ്റേത്. നമ്മളെ തൊട്ട് മുന്നേത്തെ പാഠത്തിൽ പഠിച്ച ഭാഗങ്ങളിൽപ്പെട്ട ഇത്. അതായത് ബാഹ്യ കോണ് ആന്തര വിദൂര കോണിനേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? കോൺ എ ഡി സി വലുതാണ് കോൺ എ ബി സി. കോൺ എ ഡി സി വലുതാണ് കോൺ എ ബി സിയേക്കാൾ. പിന്നെ അടുത്ത് കോൺ എ സി ബി നോക്കാം, അതേപോലെ എ സി ഡിയും നോക്കാം. എ സി ബിയും അതേപോലെ എ ഡി സിയും. അടുത്ത രണ്ട് കോണുകൾ നോക്കുകയാണെങ്കിൽ കോൺ എ സി ബിയും അതേപോലെ എ സി ഡിയും. എന്താ തമ്മിൽ ബന്ധം? കോൺ എ സി ബിയും കോൺ എ സി ഡിയും കോൺ എ സി ബിയേക്കാൾ കുറവാണ് ഏത്? കോൺ എ സി ഡി എന്ന് വളരെ വ്യക്തമാണ്. കാരണം എന്താ? ഡി പിന്നെയും നീണ്ടാൽ മാത്രമേ ഡിയിലേക്ക് എത്തും. പിന്നെ അതിനെ പറയുന്നതെന്ന് വെച്ചാൽ ഡി എന്ന ബിന്ദു കോൺ എ ബി സിയുടെ അന്തർഭാഗത്തായതിനാലാണ് എന്ത്? കോൺ എ സി ബി വലുതാണ് കോൺ എ സി ഡി എന്ന് എഴുതിയത്. നിയമം പറയുന്ന സമയത്ത് നിയമമായിട്ട് എഴുതണമല്ലോ. നമുക്ക് ചിത്രത്തിൽ കണ്ടാൽ പോരാ, പക്ഷേ നിയമമായിട്ട് പറയണം. അതായത് ഡി എന്ന ബിന്ദു കോൺ എ സി ബിയുടെ അന്തർഭാഗത്തായത് കൊണ്ടാണ് കോൺ എ സി ഡി ചെറുതും കോൺ എ സി ബി വലുതും ആയത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കോണുകൾ വലുതും ചെറുതും തുല്യമല്ല എഴുതി വെച്ച്. ഇങ്ങനെ ഇതിൽ നിന്ന് ക്രോഡീകരിച്ച് എഴുതുകയാണെങ്കിൽ കോൺ എ സി ബി വലുതാണ് കോൺ എ ഡി സിയേക്കാൾ. ഇനി കോൺ എ ഡി സി വലുതാണ് കോൺ എ ബി സിയേക്കാൾ. അതായത് ഇത് വായിക്കുന്ന സമയത്ത് കോൺ എ ബി സി ഗ്രേറ്റർ ദാൻ കോൺ എ ഡി സി ഗ്രേറ്റർ ദാൻ കോൺ എ ബി സി എന്ന് വായിക്കും. ഇതിലെന്താ പറയുന്നത്? എ ബി സി ആണ് ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ചെറുതെന്നും എ ഡി സി രണ്ടിൻ്റെ ഇടയിലാണെന്നും എ സി ബി എന്ന കോണ് ഏറ്റവും വലുതാണ് എന്നാണ് എഴുതി വെച്ചത്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് മുകളിൽ എഴുതി വെച്ച 4 സമവാക്യങ്ങൾ നോക്കാം. അതിൽ ഒന്നാമത്തത് നോക്കാം. ഒന്നാമത്തത് എ സി ഡി സമമാണ് എ ഡി സി. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് നാലാമത്തെ ഇക്വേഷനാക്കി മാറ്റിയത്. അതായത് കോൺ എ സി ബി വലുതാണ് കോൺ എ ഡി സി ഉള്ളതിനെ കോൺ എ സി ബി വലുതാണ് കോൺ എ ഡി സി ആക്കി മാറ്റിയത്. എന്താ കാരണം? എ സി ഡിയും എ ഡി സിയും തുല്യമായതുകൊണ്ടാണ്. ഇനി എ സി ബിയും എ ഡി സിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എ സി ബി വലുതാണ് എ ഡി സി ചെറുതാണ്. ഇനി എ ഡി സിയും എ ബി സിയും തമ്മിലൊരു ബന്ധമുണ്ട്. എ ഡി സിയും എ ബി സിയും തമ്മിലെന്താ ബന്ധം? രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. എന്താ ഉള്ളത്? കോൺ എ ഡി സി വലുതാണ് കോൺ എ ബി സിയേക്കാൾ. അപ്പോൾ കോൺ എ ഡി സി വലുതാണ് കോൺ എ ബി സിയേക്കാൾ എന്ന് ഫസ്റ്റ് എഴുതി വെക്കാം. അതിനുശേഷം നാലാമത്തെ ഇക്വേഷനായ കോൺ എ ബി സി വലുതാണ് കോൺ എ ഡി സിയേക്കാളെന്നും എഴുതി വെക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എന്താവും? എ ഡി സി എന്നുള്ള രണ്ടെണ്ണം വരുന്നതുകൊണ്ട് ഒന്ന് ഒഴിവാക്കും. അങ്ങനെയാണ് നമ്മൾ താഴെ എഴുതിയ അഞ്ചാമത്തെ ഇക്വേഷൻ വരുന്നത്. കോൺ എ സി ബി വലുതാണ് കോൺ എ ഡി സിയേക്കാൾ. അത് നാലാമത്തെ ഇക്വേഷൻ. പിന്നെ അടുത്ത കോൺ എ ഡി സി വലുതാണ് കോൺ എ ബി സിയേക്കാൾ. അത് രണ്ടാമത്തെ ഇക്വേഷൻ. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞ ചോദ്യം എന്താ? കോൺ എ സി ബി വലുതാണ് കോൺ എ ബി സിയേക്കാൾ. അത് ഈ മുകളിൽ കൊടുത്തതിൽ നിന്ന് വളരെ ക്ലിയർ ആണല്ലോ. നടുക്കകത്തത് മാറ്റി വെച്ചാൽ എന്തായി? ഈ കോൺ എ സി ബി വലുതും കോൺ എ ബി സി ചെറുതാന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നടുക്കുള്ളത് അത് അവിടെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? കോൺ എ സി ബി വലുതാണ് കോൺ എ ബി സിയേക്കാൾ എന്ന് എഴുതാനോ. നടുക്കകത്ത് എഴുതിയത് എന്തിനാ?
ഇതെങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്കത്ത് എഴുതി വെച്ചതേ ഉള്ളൂ. അത് ഒഴിവാക്കിയിട്ട് നമുക്ക് എഴുതാം. കാരണം എന്താ, ABC ചെറുതാണെന്നും ACB വലുതാണെന്നും നമ്മൾ നേരത്തെ എഴുതി വെച്ച്, മുകളിൽ ഈ മൂന്നെണ്ണം കൂട്ടിയിട്ട് എഴുതി വെച്ച് ഞാൻ നടുക്കത്ത് ഒഴിവാക്കി എഴുതുന്ന സമയത്ത് കോൺ ACB വലുതാണ് കോൺ ABCയേക്കാൾ എന്ന് എഴുതാം. അതായത് വലിയ വശത്തിനെതിരെ ഉള്ള കോണ് വലുതും ചെറിയ വശത്തിനെതിരെയുള്ള കോണ് ചെറുതും എന്ന് നമ്മളോട് തെളിയിച്ചു. ഇങ്ങനെ ഏത് ത്രികോണത്തിൻ്റെ കാര്യത്തിലായാലും ഇതിലൊരു മാറ്റമില്ല. വലിയ വശത്തിനെതിരെയുള്ള കോണായിരിക്കും വലുത്, ചെറിയ വശത്തിനെതിരെയുള്ള കോണായിരിക്കും ചെറുത്. അതെങ്ങനത്തെ ത്രികോണം എടുത്താലും ഈ നിയമം എല്ലായിടത്തും ബാധകമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രികോണത്തിൻ്റെ വശവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അളവുകൾ തമ്മിലുള്ളൊരു ബന്ധത്തെ പറ്റിയാണ്. നമുക്ക് നേരത്തെ അറിയാം, ത്രികോണത്തിൻ്റെ 3 കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏത് ത്രികോണം എടുത്താലും അതിൻ്റെ കോണുകളുടെ തുക 180 ആണ്. 3 കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ആണ്. അതുപോലെ വശങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ, വശങ്ങൾ പരസ്പരം എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഒരു ത്രികോണം ABC എടുക്കുക. അതിൻ്റെ 2 വശങ്ങൾ കൂട്ടുക, അതായത് ABയും ACയും കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ABയും BCയും കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ACയും BCയും കൂട്ടുകയാണെങ്കിൽ, അതായത് ഏത് രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടിയാലും കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ഒരു ത്രികോണത്തിലെ ഏതെങ്കിലും 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കും എന്നതാണ് അടുത്തൊരു നിയമം പറയുന്നത്. അതായത് ഒരു ത്രികോണം ആവണ്ടെങ്കിൽ 3 വശങ്ങളുടെ അളവ് നമുക്ക് തന്ന് അതിൽ 2 എണ്ണം കൂട്ടുന്ന സമയത്ത് മൂന്നാമത്തേതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതൊരു ത്രികോണത്തിൻ്റെ വശങ്ങളല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാണെങ്കിൽ 3 വശങ്ങൾ തന്നിൽ ഏതെങ്കിലും 2 എണ്ണം കൂട്ടുന്ന സമയത്ത് മൂന്നാമത്തേതിനേക്കാൾ കൂടുതലായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.